എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിലെ അധ്യാപകർ, ഇന്നിവിടെ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള വളരെ മിടുക്കരായിട്ടുള്ള 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ, ആദ്യമേ തന്നെ ഇങ്ങനെയൊരു സദസ്സിലേക്ക് ക്ഷണം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. കാരണം ഞാനിവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു. 2010-11 വർഷങ്ങളിൽ ഇതേ ക്യാമ്പസിൽ, അന്ന് ഇത്രയും വലിയ ക്യാമ്പസ് അല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇതേ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയായി ഏകദേശം 1 വർഷക്കാലത്തോളം ഇവിടെ ജീവിക്കാനും പഠിക്കാനും നല്ല വിജയം നേടി ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് തിരിച്ച് ഇവിടേക്ക് വരുമ്പോൾ ഒരുപാട് അഭിമാനം തരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേദിയിൽ വെച്ച് നിങ്ങളോട് സംവദിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരം എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കരുതുകയും ചെയ്യും. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പകർത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം, അത് നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടിയും തരാം. ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ കടന്നുപോയ വഴികൾ അല്ലെങ്കിൽ ഞാൻ സ്വായത്തമാക്കിയിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ, ഇതിൽ നിന്നും ഒരു പക്ഷേ നിങ്ങൾക്കൊന്നും തന്നെ പഠിക്കാൻ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യരും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെ? ഓരോരുത്തരും യുണീക്കാണ്. ഓരോരുത്തരും കടന്നു പോകുന്ന വഴികളും ഓരോരുത്തരും ജീവിക്കുന്ന ചുറ്റുപാടുകളും അവൻ അല്ലെങ്കിൽ അവൾ പഠിച്ചു വരുന്ന ചുറ്റുപാടുകളും അല്ലെങ്കിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വപ്നങ്ങളും ഒക്കെ വ്യത്യാസമാണ്. ഒരേപോലെയുള്ള 2 മനുഷ്യരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കടന്നുപോയ വഴിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല, അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ബയോളജിയിൽ പഠിച്ചിട്ടില്ല, എല്ലാ മനുഷ്യരും സെയിം ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടോ? ചിലപ്പോൾ ഐഡന്റിക്കൽ ട്വിൻസ് വരുമായിരിക്കും, അല്ലേ? പക്ഷെ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിലും അവരുടെ ഇമോഷൻസും അവരുടെ തോട്ട്സും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. DNA മാത്രമേ ചിലപ്പോൾ സെയിം വരുള്ളൂ. അവരുടെ തോട്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ ഇമോഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ കഴിവുകൾ ഡിഫറെൻ്റ് ആയിരിക്കാം, അല്ലേ? ബയോളജിക്കലി ചിലപ്പോൾ അവർ സെയിം ആയിരിക്കും. വളരെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള സ്വപ്നങ്ങളുള്ള കുട്ടികളാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ? ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം അവരുടെ രക്ഷിതാക്കളും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യം, എനിക്കൊന്നും 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒന്നും ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കുട്ടികളെ ക്യാച്ച് ദം യങ് എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതായത് അവരുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് എന്താണോ ആഗ്രഹം, എല്ലാവരും ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ കളക്ടർമാരോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ ഒന്നും ആകണമെന്ന് ഇവിടെ ആരും പറയില്ല. നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും, സ്വപ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, അത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അതെന്താണെന്നും അതെങ്ങനെയാണെന്നും ആ സ്വപ്നം എങ്ങനെ നേടിയെടുക്കാമെന്നും നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിയിൽ വളരെയധികം നിങ്ങളെ സഹായിക്കും. വിജയം എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെ അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അന്നേ തന്നെ ഞാൻ പറയുമായിരുന്നു ഡോക്ടർ ആകണം എന്നുള്ളത്. എന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല, പറയുമായിരുന്നു ഡോക്ടർ ആകണം എന്നുള്ളത്. അപ്പോൾ വളർന്നപ്പോഴും, അതായത് ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴും ഒക്കെ ഡോക്ടർ ആകണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. എൻ്റെ വീട്ടിൽ അച്ഛൻ ഒരു ജവാനായിരുന്നു ആർമിയിൽ, അമ്മ ഹൗസ് വൈഫാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു നാട്ടുമ്പുറത്താണ്, വലിയ സിറ്റിയിൽ നിന്നല്ല, കടയ്ക്കൽ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ഒരു മലയോര പ്രദേശത്താണ്. അപ്പോൾ അന്ന് 2009 അല്ലെങ്കിൽ 10-11 കാലഘട്ടങ്ങളിലൊന്നും ആ പ്രദേശങ്ങളിലൊന്നും എൻട്രൻസ് കോച്ചിങ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. മാത്രമല്ല എൻ്റെ അച്ഛനമ്മമാർക്കും ഗൈഡ് ചെയ്യാനുള്ള ഒരു കാലിബർ ഒന്നുമില്ല. ഇപ്പോഴാണെങ്കിലും ശരിക്കും നമുക്ക് യൂട്യൂബൊക്കെ അടിച്ചു നോക്കിയാൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ട്രെയിനിങ് കൊടുക്കുന്ന ബ്ലോഗർമാരും ഒക്കെ ഇന്ന് ഒരുപാട് പേരുണ്ട്, അല്ലേ? അപ്പോൾ അന്നൊന്നും ഇങ്ങനത്തെ സൗകര്യങ്ങളും ഓൺലൈൻ സിസ്റ്റങ്ങളും ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഗൈഡ് ചെയ്യാനുള്ള ഒരു സഹായം നൽകാൻ അവർക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും എൻ്റെ സ്വപ്നങ്ങൾ എന്താണോ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നീ സധൈര്യം മുന്നോട്ടേക്ക് പോയിക്കോളൂ, നിനക്കുള്ള സപ്പോർട്ട് ഞങ്ങൾ തരും എന്ന് അവർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ എൻട്രൻസ് ചെയ്യുന്നത്. +2 കഴിഞ്ഞപ്പോൾ വെറുതെ പോയി എഴുതി. അപ്പോൾ +2-ന് ഒരുവിധം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം പക്ഷേ എന്നിരുന്നാലും നമ്മൾ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചത്. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിക്കുമ്പോൾ ഇതിനകത്തിപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ 2 എക്സാമും 2ആണ്. എൻട്രൻസ് എക്സാമും സ്റ്റേറ്റ് സിലബസിന് വേണ്ടി പഠിക്കുന്ന എക്സാമും 2ആണ്. അതിന്റെ ഡിമാൻഡുകൾ 2ആണ്.
അപ്പോൾ അങ്ങനെ എൻട്രൻസിന് വേണ്ടി എൻട്രൻസ് പോയി എഴുതി, നല്ല രീതിയിൽ തോറ്റു. പക്ഷെ എന്നാലും ആ ഒരു പാഷൻ, അതായത് ഡോക്ടർ ആകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു സീനിയർ ആയിട്ട് ഒരു പഠിച്ച ഒരു ചേട്ടൻ, അന്ന് ബ്രില്യൻ പാല എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുന്ന് പഠിച്ച് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. 154 മറ്റോ ആയിരുന്നു അദ്ദേഹത്തിന്റെ റാങ്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനമുണ്ട്, അവിടെ പോയി പഠിക്കാം, അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനാവശ്യമുള്ള ഗൈഡൻസ് ഒക്കെ കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയത്. ഇങ്ങോട്ടേക്ക് വന്ന ആദ്യത്തെ ദിവസങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ വന്നു, ഞാൻ പാലയിൽ ഒരു ഹോസ്റ്റലിലാണ് നിന്നത്. അന്ന് ഇത്രയും വലിയ ഹോസ്റ്റൽ സൗകര്യങ്ങളൊന്നുമില്ല. പാല ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ചാവറ സ്കൂളുകളിൽ ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഇല്ല. അപ്പോൾ ആ സ്കൂളിനടുത്തുള്ള ഒരു ഹോസ്റ്റൽ. അപ്പോൾ ആദ്യമേ ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാം പഠിക്കണം എന്നുള്ള പാഷനിലേക്കാണ് വരുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഈ പൊട്ടക്കണച്ചിലെ തവളയുടെ അവസ്ഥ കേട്ടിട്ടില്ലേ? അതായത് ഒരു ചെറിയ സ്കൂളിൽ ഒരു ചെറിയ സ്ഥലത്ത് വളരെ മിടുക്കനായി നിന്ന ഒരാള് പെട്ടെന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് 10,000 പേരുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ആങ്സൈറ്റി വരും, അല്ലേ? ഇതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യം വരും. അപ്പോൾ അവിടെ വളരെ മിടുക്കനായി എല്ലാത്തിലും ഫസ്റ്റ് അടിച്ച് നിന്ന ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് പരീക്ഷയൊക്കെ തുടങ്ങി. പ്രത്യേകിച്ച് റാങ്കുകളൊന്നും നല്ല രീതിയിൽ വരുന്നില്ല. ഫസ്റ്റ് ഇല്ല, സെക്കൻഡ് ഇല്ല, തേർഡ് ഇല്ല, 10 ഇല്ല, 20 ഇല്ല, അതിലും താഴെയാണെന്നൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ വരും. അതോടുകൂടി പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ വിളിച്ച് കരച്ചിലായിരുന്നു. എനിക്ക് തിരിച്ചു വരണം, എനിക്കിത് വേണ്ട, എനിക്ക് MBBS വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പറയുമായിരുന്നു മാറുവാനിയോസിൽ ഡിഗ്രി പഠിക്കാൻ പൊക്കോളാം, ഫിസിക്സോ കെമിസ്ട്രിയോ ഏതെങ്കിലും എടുത്ത് ഞാൻ പൊക്കോളാം, എന്നിട്ട് വേറെ വല്ല പണിക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്ന് പറയുന്നത് എൻ്റെ അമ്മയായിരുന്നു. അമ്മ അപ്പുറത്ത് അറ്റത്തുനിന്ന് അമ്മയും കരയും, ഞാൻ കരയുന്ന കണ്ടിട്ട്. കാരണം ഞാൻ കരയുന്ന കണ്ടാൽ ഇവിടെ നിൽക്കുന്ന അമ്മമാർക്ക് ഒന്നും ചിലപ്പോൾ മക്കൾ കരയുന്ന കണ്ടാൽ നിൽക്കണം എന്നില്ല. അപ്പോൾ അമ്മയും അപ്പുറത്തുനിന്ന് കരയും, കൂടെ ആശ്വസിപ്പിക്കും, ഇപ്പുറത്തുനിന്ന് ഞാനും കരയും. അപ്പോൾ അന്ന് മൊബൈൽ ഫോണുകൾ അധികം ഇല്ല കേട്ടോ. ഇവിടുന്ന് ഇവരൊക്കെ തരുന്ന മറ്റേ ഫോണിൽ ഇത്ര സമയം തൊട്ട് ഒരു കാർഡ് ഉണ്ടായിരുന്നു, സ്ക്രാച്ച് കാർഡ് വെച്ചിട്ട് നമുക്ക് ഒരു മാസം വിളിക്കാനുള്ള ഒരു കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാർഡ് വെച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ കരയാനായിട്ട് ഇങ്ങനെ വലിയ ക്യൂ പിന്നിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം കരയാൻ പറ്റില്ല. 5 മിനിറ്റ് കരയുന്നു, എന്നിട്ട് മാറിയിരുന്ന് കരഞ്ഞാൽ കാരണം അടുത്ത ആൾക്ക് കരയണം. അപ്പോൾ ഇതൊരു ഒരു ടെൻഷനാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ടെൻഷനാണ്. ഈ കോമ്പറ്റീഷനിൽ നിന്ന് വരുന്ന ടെൻഷനാണ്, അല്ലെ? അതായത് ഈ കുട്ടികളെയൊക്കെ മിടുക്കരായ കുട്ടികളോടൊപ്പം നമ്മൾ പിടിച്ചു നിൽക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ, അത് ഏതൊരു സ്വപ്നത്തിലേക്ക് നമ്മൾ പ്രയത്നിക്കുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് ടെൻഷൻ വരും. കുറച്ചൊക്കെ ടെൻഷൻ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമ്മൾ ഉഴപ്പാൻ തുടങ്ങും, അല്ലെ? ടെൻഷനൊന്നും ഇല്ല, യാതൊരു തരത്തിലുള്ള പേടിയൊന്നും ഇല്ല എന്ന് വരുമ്പോൾ നമുക്ക് ഒരു മടി മനസ്സിലേക്ക് വരും. അപ്പോൾ കൂട്ടത്തിൽ ഓടാനായിട്ട്, അല്ലെങ്കിൽ തങ്ങളെക്കാൾ കരുത്തുള്ള ആൾക്കാർ തങ്ങളുടെ കൂട്ടത്തിൽ മത്സരിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ നല്ലതാണ്. പക്ഷെ ടെൻഷൻ കൂടി നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ടെൻഷൻ പോകരുത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞാനിവിടെ ആദ്യം വന്നപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അമ്മയോട് പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്: ഇനി ഞാൻ ഓണത്തിനേ വരുള്ളൂ വീട്ടിലേക്ക്, അതുവരെ എനിക്ക് ഇവിടെ നിന്ന് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ബുധനാഴ്ചയാണ് ഇവിടെ ക്ലാസ് തുടങ്ങുന്നത്. വെള്ളിയാഴ്ച ആയപ്പോൾ ഞാൻ ബസ് കയറി ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക്. കുറച്ച് ഹോംസിക് ഒക്കെ ആയിട്ടുള്ള ആളായിരുന്നു. രാത്രിയിൽ തന്നെ ബസ് കയറി വീട്ടിലെത്തി. തിരിച്ചു വരണോ വേണ്ടയോ എന്നൊക്കെ. അപ്പോൾ ഫീസൊക്കെ അടച്ചു കഴിഞ്ഞു. ഇവർ തിരിച്ചൊന്നും തരത്തില്ല ഫീസൊന്നും, നമ്മൾ പകുതി കഴിച്ച് നിർത്തിപ്പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഫീസ് പോണെങ്കിൽ പോട്ടെ, എന്നാലും കുഴപ്പമില്ല, ജീവിതത്തിൽ സന്തോഷിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടുകാരെ തിരിച്ചു കൊണ്ടിവിടെ ആക്കി. ചില സിനിമയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വലിച്ചയച്ച കൊണ്ടിവിടെ കൊണ്ടിട്ടു. വീണ്ടും അടുത്ത ആഴ്ചയായപ്പോൾ വീണ്ടും അങ്ങനെ 2-3 ആഴ്ച തുടർച്ചയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഒരു 4ാമത്തെ ആഴ്ചയായപ്പോൾ, അപ്പോൾ അതിനനുസരിച്ച് എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ എക്സാം ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടുത്തെ സിസ്റ്റം ഒരു പക്ഷെ അറിയില്ലായിരിക്കും. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമിന് നല്ല വലിയ റാങ്കുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അവസാനം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വാർഡൻ വന്ന് എന്നോട് പറഞ്ഞു, ഇനി അരുൺ വീട്ടിൽ പോണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ മറ്റേ ഭരണഘടനാ തത്വങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. എൻ്റെ അടുത്ത് വീട്ടിൽ പോണ്ടെന്ന് പറയാൻ ഇയാൾ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടുകാരെയും വിളിച്ച് പറഞ്ഞു, ഇനി നിങ്ങൾ അവനെ വീട്ടിലേക്ക് വിളിക്കേണ്ട, അവൻ ഇവിടെ നിന്ന് പഠിക്കട്ടെ 2 ദിവസം, ശനിയും ഞാനും ഇവിടെ നിന്ന് പഠിക്കട്ടെ, റാങ്ക് ഇമ്പ്രൂവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി. കാരണം അവരിത് വർഷാവർഷങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. നമുക്കിത് പുതിയതാണെങ്കിൽ അവർക്കിത് പുതിയതല്ല. അങ്ങനെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഇനി വരണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഒരു 2-3 ആഴ്ച ഇവിടെ നിന്ന് ഞാൻ പഠിച്ചു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് വന്നു, 6ാം റാങ്ക് കിട്ടി. അപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ആയി. പിന്നെ അടുത്ത ആഴ്ച 5ാം റാങ്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഈ സിംഗിൾ ഡിജിറ്റ് റാങ്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സമ്മാനം തരും ഇവർ എല്ലാ റാങ്കുകാർക്കും. അപ്പോൾ സമ്മാനമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ഇവിടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഇവിടെ ഒട്ടിക്കാനുണ്ട്. ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ആ ലിസ്റ്റ് തയ്യാറാക്കി ഒട്ടിക്കുമ്പോൾ നമ്മുടെ പേര് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ വൈകുന്നേരം രാവിലെ എക്സാം കഴിഞ്ഞ് വൈകുന്നേരം ക്ലാസ് ടീച്ചർ ഒരു സമ്മാനമൊക്കെ ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആർക്കായിരിക്കും എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു, അപ്പോൾ ഇതെല്ലാം ഒരു മോട്ടിവേഷനാണ് കേട്ടോ നമുക്ക് ഇവർ തരുന്നത്. അപ്പോൾ അങ്ങനെ റാങ്ക് ബെറ്റർ ആയപ്പോൾ പിന്നെ കുറച്ചൊക്കെ ടെൻഷനൊക്കെ കുറഞ്ഞു. തിങ്കളാഴ്ച പരീക്ഷ കഴിഞ്ഞ് തിങ്കളാഴ്ച വൈകിട്ട് സമ്മാനം കിട്ടും. ചൊവ്വയും ബുധനും ഒക്കെ സന്തോഷമായിരിക്കും, ആ ഒരു കോൺഫിഡൻസിൽ പഠിക്കും. വ്യാഴാഴ്ച ആകുമ്പോൾ വീണ്ടും താഴേക്ക് പോകും, കരച്ചിൽ തുടങ്ങും. വെള്ളിയാഴ്ച ആകുമ്പോൾ വീണ്ടും പ്രശ്നമാണ്, ശനി ഞായറും ഒക്കെ പ്രശ്നമാണ്. പക്ഷെ എന്നാലും അത് യൂസ്ഡ് ആയി, അത് മാറി, നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനടുത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പഠിച്ച് പിന്നീട് അവസാനം നല്ല ഇവിടെ പറഞ്ഞ പോലെ കേരള റാങ്ക് 4 ആയിരുന്നു. നല്ല റാങ്കോട് കൂടി തന്നെയാണ് പാസ്സായത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി. വളരെ ആസ്വദിച്ചാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചത്. എനിക്ക് തോന്നുന്നു ഇവിടെ കഷ്ടപ്പെട്ടതിൻ്റെ, എപ്പോഴും നമ്മൾ പറയാറുണ്ട്, കഷ്ടപ്പെട്ടതിൻ്റെ ഫലങ്ങളൊന്നും വെറുതെ ആകില്ല എന്ന് പറയാറുണ്ട്. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് കിട്ടും എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോളേജുകളിലൊന്ന്, വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരെ വാർത്തെടുത്ത ഒരു കോളേജ്. അവിടെ 2011 ബാച്ചായിട്ട് അഡ്മിഷൻ ചേർന്നു. അതിനുശേഷം വളരെ നല്ല ഒരു കോളേജ് ലൈഫ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് പഠിച്ചു പോകുമ്പോൾ പിന്നെ കോളേജിൽ അധികം പഠിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ വിചാരിക്കും MBBS പിള്ളേരൊക്കെ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുക, അങ്ങനെയൊന്നുമില്ല. എക്സാം വരുമ്പോഴേ എവിടെയും പഠിക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടുന്നൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഉഴപ്പാനുള്ള ടെൻഡൻസി കുറച്ചും കൂടി കൂടും. അപ്പോൾ എന്തായാലും അവിടെയും നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി. പാസ്സായതിനു ശേഷമാണ് ഹൗസ് ഏജൻസി ചെയ്യുന്ന സമയത്താണ് ശരിക്കും സിവിൽ സർവീസ് എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് തോന്നാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പ്യുവർലി അക്കാഡമിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കുറേയേറെ കാര്യങ്ങൾ പഠിക്കുന്നു, നല്ല പ്രൊഫഷനാണ്. കുറേയേറെ രോഗികളെ കാണാം, അവരുടെ വേദനകളൊക്കെ പരിഹരിച്ചു കൊടുക്കാം നമുക്ക്. പക്ഷെ എന്നിരുന്നാലും എവിടെയൊക്കെയോ നമ്മുടെ ഒരു എക്സ്ട്രാ അക്കാഡമിക് ടാലന്റുകൾ കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആ ജോബ് തരുന്നില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് സിവിൽ സർവീസ്. പിന്നെ അതിനേക്കാളും നല്ല പ്രൊഫഷൻ നമ്മൾ എപ്പോഴും ആലോചിക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് മാത്രം ചിന്തിക്കാവൂ, താഴേക്ക് നോക്കാൻ പാടില്ല. അങ്ങനെയാണ് സിവിൽ സർവീസിനെ പറ്റി ആലോചിക്കുന്നത്. സിവിൽ സർവീസ് കോച്ചിങ്ങിന് ആദ്യം സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. 2017 ഞാൻ കോളേജിന്റെ ഒപ്പം എഴുതി, അതെനിക്ക് ക്ലിയർ ചെയ്തത് വെറുതെ എഴുതി നോക്കിയതാണ്. 2018 കുറച്ച് പ്രിപ്പറേഷനോട് കൂടി എഴുതി. പക്ഷെ അന്ന് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, കാരണം ഇത്രയൊക്കെ പഠിച്ചിട്ടൊക്കെ എല്ലായിടത്തും നല്ല മാർക്കൊക്കെ വാങ്ങി പാസ്സായ ആളാണ്. അപ്പൊ എന്തായാലും സിവിൽ സർവീസ് അല്ലേ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ 2018 എക്സാം എഴുതി. അതും നല്ല രീതിയിൽ തോറ്റു. അപ്പൊ അതും ഒരു പാഠമാണ്, കാരണം നമ്മൾ അധിക ആത്മവിശ്വാസം നമുക്ക് പാടില്ല എന്നുള്ളതിന്റെ ഒരു പാഠമാണ്. അപ്പോൾ 2018 പ്രിലിംസ് തോറ്റു. അതിനുശേഷം 2019 കണ്ടിന്യൂസ് ആയിട്ട്, അപ്പൊ മനസ്സിലായി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പരീക്ഷയല്ല എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും നന്നായിട്ട് പഠിച്ചു. 2019 പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ക്ലിയർ ചെയ്തു. ഈ പറഞ്ഞ പോലെ 55ാം റാങ്കോട് കൂടി പാസ്സാകാനുള്ള ഭാഗ്യം ഉണ്ടായി. കേരളത്തിൽ തന്നെ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇപ്പോൾ ആദ്യത്തെ 2 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞു. ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്, ഇൻഡിപെൻഡന്റ് പോസ്റ്റിംഗ് ആണ് ഇടുക്കി സബ് കളക്ടറായിട്ട്. ഈ സ്വപ്നങ്ങൾ എപ്പോഴും എവോൾവിങ് സ്വപ്നങ്ങളായിരിക്കണം, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങളാകാനും പാടില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്വപ്നം ഉണ്ടായിരിക്കും, 5 വർഷം കഴിയുമ്പോഴും അതോ അല്ലെങ്കിൽ അതിനേക്കാൾ മേലെയോ വേറൊരു സ്വപ്നം ഉണ്ടാകണം. 10 വർഷം കഴിയുമ്പോൾ അതിനേക്കാൾ മേലെ ഒരു സ്വപ്നം. സ്വപ്നങ്ങളില്ലാത്ത ഒരവസ്ഥ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പാടില്ല. ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ അല്ലെ. അത് എപ്പോൾ അവസാനിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴാണ് അത് അവസാനിക്കുന്നതായിരിക്കും. നാളെ ആയിരിക്കാം, 10 വർഷം കഴിഞ്ഞായിരിക്കാം, 50 വർഷം കഴിഞ്ഞായിരിക്കാം. അപ്പോൾ ഈ നമ്മുടെ ജീവിതം അവസാനിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ബന്ധുക്കളല്ലാതെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ ബന്ധുക്കളല്ലാതെ, നമ്മുടെ സുഹൃത്തുക്കളല്ലാതെ ഒരാളെങ്കിലും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഈ ലോകത്ത് ചെയ്തു വെച്ചിട്ടേ നമ്മൾ ഈ ലോകത്തൊന്ന് പോകാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത്തരത്തിലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാനുള്ള സ്വപ്നങ്ങളായിരിക്കണം നമ്മൾ പലപ്പോഴും കാണേണ്ടത്. ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവോൾവിങ് ആയിരിക്കണം. നിങ്ങൾക്കിപ്പോ എനിക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്വപ്നം ആയിരുന്നില്ല എനിക്ക് കോളേജിൽ എത്തുമ്പോൾ ഉള്ള സ്വപ്നം. ആ സ്വപ്നമല്ല എനിക്ക് ഇന്നുള്ള സ്വപ്നം. ഇനിയും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇപ്പൊ IAS എത്തി അല്ലെങ്കിൽ IAS കിട്ടി, ഒരു IAS ഉദ്യോഗസ്ഥനായി എന്നുള്ളത് കൊണ്ട് എൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ അവസാനിക്കരുത്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് ജീവിതത്തിൽ പൂർത്തീകരിക്കാനുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ ചില സ്വപ്നങ്ങൾ സ്വകാര്യ സ്വപ്നങ്ങളാണ്. നമ്മുടെ ലോകം വളരെ ഡൈനാമിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്വപ്നങ്ങളും ഇവോൾവ് ആയിരിക്കണം.
എന്തുകൊണ്ട് ഇങ്ങനെ ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു സ്വപ്നം വേണമെന്ന്, സ്വപ്നങ്ങളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫ് ബോറടിച്ച് തുടങ്ങുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ബോറടിക്കില്ല. പക്ഷെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ദിവസം ആലോചിച്ച് നോക്ക്, നമുക്ക് വായിക്കാനൊന്നും ഇല്ല, കാണാനൊരു നല്ല സിനിമയില്ല, സംസാരിക്കാൻ ആരുമില്ല, പോകാനൊരു സ്ഥലമില്ല, നമുക്ക് വളരെയധികം ബോറടിച്ചിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കിടന്നുറങ്ങാന്നുള്ളതായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം പലപ്പോഴും ബോറടി ആയിട്ട് മാറുന്നത്. അങ്ങനെ ബോറടിയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ജീവിതം മടുത്തു തുടങ്ങുന്നത്. നമ്മുടെ ആൾക്കാരൊക്കെ പലപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ആത്മഹത്യ പോലെയുള്ള ചിന്തകളിലേക്കൊക്കെ പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് ആഗ്രഹിക്കാൻ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ നല്ലൊരു ആഗ്രഹമോ ഇല്ല എന്നുള്ളത്. നമുക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓർത്തോട്ട് ആ ഒരു ദിവസം വരുന്നത് ആലോചിച്ച് നമ്മുടെ മുന്നോട്ടേക്ക് നമ്മുടെ ജീവിതത്തിനെ കൊണ്ടുപോകാനുള്ള ഒരു എനർജി ആയിട്ട്, ഒരു ബൂസ്റ്ററായിട്ട് അത് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലുതും ചെറുതുമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള സ്വപ്നങ്ങൾ വേണമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ സ്വപ്നങ്ങൾ എങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. എനിക്ക് ഒരു ഡോക്ടർ ആകണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു IAS ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ എനിക്കൊരു മന്ത്രിയാകണം എന്നൊരാഗ്രഹം, അല്ലെങ്കിൽ ഒരു സിനിമാ താരമാകണം, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആകണം എന്നിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആഗ്രഹം മാത്രം പോരാ. ഈ സ്വപ്നം കാണുക, നമ്മുടെ അബ്ദുൽ കലാം സാറൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ സ്വപ്നം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അതിനെ നമ്മൾ വട്ടം എന്നാണ് പറയുന്നത് അല്ലേ, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനെ സ്വപ്നം എന്നല്ല പറയുന്നത്. സ്വപ്നം കാണുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു ആഗ്രഹത്തോടൊപ്പം അത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം. ഇപ്പോൾ ഒരാൾക്കൊരു പൈലറ്റ് ആകാനാണ് ആഗ്രഹമെങ്കിൽ പൈലറ്റ് ആകാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ഇപ്പോൾ അയാൾക്ക് ഡിഗ്രി പഠിക്കണമെങ്കിൽ ഏത് ഡിഗ്രി പഠിക്കണം, അതിനുശേഷം പൈലറ്റ് കോഴ്സിന് എവിടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഓൾറെഡി ഉണ്ടാകണം, അതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാകണമെങ്കിൽ +2 കഴിഞ്ഞിട്ട് അവന് നേരിട്ട് വേണമെങ്കിൽ മിലിറ്ററി ആർമഡ് ഫോഴ്സിന്റെ കോളേജിൽ ചേരാം. അതിനാണെങ്കിൽ ഏത് എക്സാം എഴുതണം, ആ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇനി ആ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അത് എവിടെ പോയി പ്രിപ്പയർ ചെയ്യണം, ഇനി ആ എക്സാം തോറ്റുപോയാൽ എന്ത് ചെയ്യും. ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും സ്വപ്നങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അതിനെയാണ് സ്വപ്നം കാണുക എന്നോട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരാളായി തീരുന്നത് മാത്രം കണ്ടുകൊണ്ട് ആ ഒരു എൻഡ് പോയിന്റ് മാത്രം കാണുന്നതല്ല സ്വപ്നം കാണുക എന്ന് പറയുന്നത്. ആ എൻറ്റയർ ജേർണി കൂടി കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്യാച്ച് ദം യങ് എന്ന് പറയുന്ന പോലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഈ ഒരു സ്വപ്നം കാണുക. പിന്നെ ഈ സ്വപ്നം കാണുമ്പോൾ തീവ്രമായിട്ട് കാണണം എന്നുള്ളതാണ്. നമ്മൾ രാവും പകലും ഇതേ കാര്യത്തിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഈ സിവിൽ സർവീസ് എഴുതുന്ന സമയത്ത് പലപ്പോഴും ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഈ സിവിൽ സർവീസ് കിട്ടിക്കഴിയുമ്പോൾ ഈ മീഡിയ ആൾക്കാരൊക്കെ വരുമല്ലോ, അതായത് നമ്മളടുത്ത് ചോദിക്കാനൊക്കെ സാറിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്തൊക്കെയാണ്, ആ ഇന്റർവ്യൂ ഞാൻ കണ്ണാടി നോക്കി മോക്ക് ഇന്റർവ്യൂ കൊടുക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയ ഏഷ്യാനെറ്റുകാരനോ അല്ലെങ്കിൽ മാതൃഭൂമിക്കാരോ ഒക്കെ വന്ന് നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു കുപ്പിയൊക്കെ പിടിച്ചിട്ട് മൈക്ക് പോലെ പിടിച്ചിട്ട് ഇതെങ്ങനെയാണ് പറയുന്നതെന്ന് ഞാൻ കണ്ണാടി നോക്കി പറയുമായിരുന്നു. എന്നിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് ഇതിങ്ങനെ പറയും. അപ്പോൾ ഇത്തരത്തിൽ ഇന്റൻസ് ആയിട്ടുള്ള, ചിലപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ഇവരെന്താ വട്ടാണെന്ന് വിചാരിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ സ്വപ്നം കാണണം എന്നുള്ളതാണ്. ഊണിലും ഉറക്കത്തിലും അതിനെപ്പറ്റി വ്യക്തമായി ഓരോ ദിവസവും ആ സ്വപ്നം എന്താണെന്നും അല്ലെങ്കിൽ അതിനു വേണ്ടി എങ്ങനെ പ്രയത്നിച്ചുവെന്നും എനിക്ക് നമ്മുടെ കോഴ്സ് കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് വേണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു സ്വപ്നവും പരാജയപ്പെടാൻ സാധ്യതയുള്ളതാണ്. ഏതൊരു കാര്യമാണെങ്കിലും, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അത് നടക്കാതെ പോകാനുള്ള സാധ്യത ജീവിതത്തിൽ 100% ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ പരാജയം എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. പക്ഷെ ഈ പരാജയത്തെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമുക്കൊരു പ്ലാൻ ബി അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാകണം എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ സ്വപ്നം കാണുന്നു, ആ സ്വപ്നം കാണുന്ന കാര്യം ഒരു പക്ഷേ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയാതെ പല കാരണങ്ങൾ കൊണ്ട്, ഇപ്പൊ നമ്മുടെ കഴിവുകൊണ്ട് മാത്രമല്ല, ഒരുപാട് ഫാക്ടറുകൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് നമുക്കൊരു ആഗ്രഹ സബലീകരണം ഉണ്ടാകുന്നത് അല്ലെ. അപ്പോൾ ഈ ഏതെങ്കിലുമൊക്കെ ഫാക്ടറുകൾ നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ ഒരു പക്ഷേ ഈ നമ്മുടെ സ്വപ്നം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ
നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി, ഒന്നെങ്കിൽ ആ സാധനം തന്നെ വീണ്ടും വേറെ ഏതെങ്കിലും വഴി കൂടി എത്തിപ്പിടിക്കാനുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആഗ്രഹത്തിന് തുല്യമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതോ ആയിട്ടുള്ള ഒരു പ്ലാൻ ബി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കുന്നതാണ് പരാജയം അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ പലപ്പോഴും പറയാനുള്ളത് പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്, അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പരാജയപ്പെടുക, അതിൽ നിന്ന് സന്തോഷിക്കുക, അങ്ങനെയല്ല. നമുക്കൊരു ഒരു പൂർണ്ണ തോതിലുള്ള ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഏതൊരു ശ്രമത്തിനും ഇറങ്ങാൻ. എന്നാൽ മാത്രമേ അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതായത് അവസാനം നമ്മൾ എത്രയൊക്കെ ബുദ്ധി അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാലും, നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അവസാനം ആ റിസൾട്ട് വന്ന് അതിന്റെ PDF നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പേര് അതിനകത്ത് കാണുന്നത് വരെ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ്. അതുകൊണ്ടാണ് ലോകത്തിൽ അതിനെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പരീക്ഷയായിട്ട് അതിനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരീക്ഷ പാസ്സായില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വേണ്ട മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകുമായിരുന്നു. ഞാൻ ആ പ്രൊഫഷനിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഡോക്ടറായിട്ട് മാറി ആ മേഖലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേനെ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് പ്ലാൻ ഉള്ളത് കൊണ്ട് എൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, സിവിൽ സർവീസ് എഴുതുന്ന ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഇല്ലാത്ത കുട്ടികളെക്കാൾ കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടായത് ഈവൻ തോറ്റുപോയാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ നമുക്ക് എല്ലാവർക്കും വേണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ മറ്റൊരു ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഈ ഒരു സ്വപ്നം കാണുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു എയിം വെച്ച് നമ്മൾ പോകുമ്പോഴും ഒക്കെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വകാര്യ ജീവിതമുണ്ട് അല്ലേ? അതായത് കുറേ പഠിക്കുക, ജോലി നേടുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കുറേ കാശുണ്ടാക്കുക, അല്ലെങ്കിൽ ആ പ്രൊഫഷനിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്കൊരു പേഴ്സണൽ ലൈഫ് കൂടിയുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം കൂടിയുണ്ട്. ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ അരുൺ എന്ന് പറയുന്ന ആൾക്കൊരു സ്വകാര്യ ജീവിതമുണ്ട്. അപ്പൊ ആ ഒരു സ്വകാര്യ ജീവിതം മറ്റേതൊരു വ്യക്തിയെയും പോലെ ആസ്വദിക്കാൻ കൂടി നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ ജോലിയൊക്കെ കിട്ടി കുറേയേറെ കാശൊക്കെ ഉണ്ടാക്കി കുറേയേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ മിസ് ചെയ്തു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ട്. ആ ഒരു പേഴ്സണൽ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മുഹൂർത്തങ്ങളെല്ലാം തന്നെ, മൊമെന്റ്സുകളെല്ലാം തന്നെ നമ്മൾ എൻജോയ് ചെയ്യണം. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടുകാരുമായിട്ട് ചെലവഴിക്കാനുള്ള സമയങ്ങളായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചെലവഴിക്കാൻ പറ്റുന്ന സമയങ്ങളായിരിക്കാം, നമ്മുടെ ഹോബീസ് ആയിരിക്കാം. നല്ലൊരു സിനിമ കാണും. ജീവിതത്തിൽ ഇന്നേ വരെ ഒരാൾ IAS ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ ഒരു ഡോക്ടറായി ഇന്നേ വരെ ഒരു സിനിമ പോലും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജീവിതമാണ് അയാൾക്കുള്ളത്? അല്ലെങ്കിൽ ഇന്നേ വരെ ഒരു യാത്രയും പോയിട്ടില്ല, ഇന്നേ വരെ ഒരു ബുക്കും വായിച്ചിട്ടില്ല, നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ടില്ല, എന്നാൽ പിന്നെ ഇത്രയൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അയാളുടെ പേഴ്സണൽ ലൈഫിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വകാര്യ ജീവിതം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കളർഫുൾ ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ ചെയ്യണം. ചിലപ്പോൾ നിങ്ങളുടെ ഹോബീസ് അനുസരിച്ച് ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവർ ഡാൻസ് കളിക്കുക, പാട്ട് പാടാൻ താല്പര്യമുള്ളവർ പാട്ട് പാടുക, യാത്ര പോകാൻ താല്പര്യമുള്ളവർ യാത്ര പോവുക. പലപ്പോഴും നമ്മുടെ എന്താ പറയുക, നമുക്കൊരു പ്രൊഫഷനായി വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ക്ലബ്, ഇപ്പൊ എനിക്ക് യാത്ര പോകാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഇടുക്കിയിൽ പോസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ തന്നെ അതെനിക്കൊരു ട്രിപ്പ് പോലെയാണ്. ഇപ്പോൾ തേക്കടി പോയി കഴിഞ്ഞാലോ മൂന്നാറിലേക്ക് പോയി കഴിഞ്ഞാലോ ഒഫീഷ്യൽ ഡ്യൂട്ടിക്കായിരിക്കും പോവുക, പക്ഷേ എനിക്കതൊരു യാത്ര കൂടിയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹോബീസിനെ നമ്മുടെ ഒഫീഷ്യൽ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിന്റെ ഭാഗമാക്കി നമുക്ക് മാറ്റി തീർക്കാൻ പറ്റിയാൽ നമ്മുടെ പേഴ്സണൽ ലൈഫും ഒഫീഷ്യൽ ലൈഫും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലാതെ തന്നെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ സ്വകാര്യ ജീവിതം സന്തോഷമാക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. ഓക്കെ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഏതൊരു വിജയത്തിലേക്ക് പോകുമ്പോഴും നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് ഒരു വിജയവും നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് നിന്നുകൊണ്ട് നാളെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒറ്റയ്ക്ക് ഒരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ, ഒരു മനുഷ്യനും നേടിയെടുക്കാനായിട്ട് പറ്റില്ല. ഒരു ടീം വർക്ക് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഒഫീഷ്യൽ ലൈഫിലാണെങ്കിലും ഒരു ഓഫീസിൽ ഞാൻ മാത്രം ഇരുന്നുകൊണ്ട് ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകൾ മുഴുവൻ, ഇപ്പം എനിക്ക് ഇന്ന് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡ്രൈവർ വേണം, എൻ്റെ
ഗൺമാൻ വേണം, അദ്ദേഹം ഓടിച്ചാലേ എനിക്ക് ഇവിടെ വരാൻ പറ്റൂ, കൃത്യസമയത്ത് തന്നെ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതൊരു ടീം വർക്കാണ്. അതുപോലെ തന്നെ എൻ്റെ ഓഫീസിൽ ഏതെങ്കിലും ഒരു കാര്യം, ഒരു ഫയൽ മൂവ് ചെയ്യണം, ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു ടീം വർക്കായിട്ടേ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മൾ ഏതൊരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിനും നമുക്കൊരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും അത്യാവശ്യമാണ്. നമ്മുടെ സപ്പോർട്ടീവ് സിസ്റ്റം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? നമ്മുടെ പാരൻസ് ആണ്, നമ്മുടെ അധ്യാപകരാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ ബന്ധുക്കളാണ്. വളരെ മിനിമം ആയിട്ടുള്ളൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം, അത് വലിയൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഒന്നും വേണ്ട. കാരണം സപ്പോർട്ടിംഗ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം, അല്ലെ? രണ്ടാമത് നമ്മുടെ തെറ്റുകൾ കണ്ടാൽ തിരുത്താൻ പറയുന്ന ആൾക്കാരായിരിക്കണം. ഇപ്പൊ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പോട്ടെ പോട്ടെ എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ പറ്റില്ല. തെറ്റുകൾ കണ്ടാൽ തിരുത്താൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മളോട് തുറന്നു പറയാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വേണം. അത് നമ്മുടെ പാരൻസ് ഓഫ് കോഴ്സ് എന്തായാലും നമ്മുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക്, ഈ ഒരു 3 ദിവസത്തെ പരിപാടിക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് വന്നു, അല്ലെങ്കിൽ പിന്നെ അവർ വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, അതായത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ നമ്മുടെ പാരൻസ് കഴിഞ്ഞാൽ നമ്മുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ആളെന്ന് പറയുന്നത് നമ്മുടെ അധ്യാപകരായിരിക്കും. ബാക്കി ആരൊക്കെ സന്തോഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എല്ലാം ഒരു എലമെന്റ് ഓഫ് എന്താ ഉണ്ടാകും, ഒരു കുശുമ്പുണ്ടാകും, അല്ലെ? ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അത് നാട്ടുകാരും അയൽപ്പക്കക്കാരും ബന്ധുക്കളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നീ വളരെ മിടുക്കനാണ്, അവൻ അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഇപ്പൊ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, സിവിൽ സർവീസ് കിട്ടുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ അവന്റെ കണ്ണുകളിൽ ഒരു IAS തിളക്കം ഉണ്ടായിരുന്നു. എനിക്ക് പോലും അറിയില്ല അങ്ങനെ തിളക്കം, കാരണം എനിക്ക് ആഗ്രഹം വന്നിട്ടില്ല. എന്ത് തിളക്കമാണ് അവർ കണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിലൊക്കെ ഒരു എലമെന്റ് ഓഫ് ഒരു നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാവും, പക്ഷെ വളരെ റെയർ ആയിട്ടേക്കാണ്. പക്ഷെ നമ്മുടെ അധ്യാപകർ അങ്ങനെയല്ല. അവരുടെ മക്കൾക്ക് കിട്ടുന്നതിനേക്കാൾ, അവരുടെ മക്കൾ നേടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഒരു പക്ഷേ അവരുടെ വിദ്യാർത്ഥികളോ വിദ്യാർത്ഥിനികളോ ഒരു നേട്ടം നേടുമ്പോഴേ. കാരണം എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അധ്യാപകൻ എന്നെ നഴ്സറി തൊട്ട് പഠിപ്പിച്ച ടീച്ചർ മുതൽ ഇന്നും എൻ്റെ കോണ്ടാക്റ്റിലുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാ അധ്യാപകരെയും ഓർത്തിരിക്കാനും നൂറുകണക്കിന് അധ്യാപകരുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് ഇഷ്ടമാകുന്ന, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ കുറേയേറെ അധ്യാപകരുണ്ട്. ഇന്നും എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ എങ്ങനെ അറിയുമെന്ന് അറിയില്ല, പലപ്പോഴും ഞാനിപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എൻ്റെ ടീച്ചേഴ്സ് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട്, അവരുടെ സുഖമാണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ അവർക്ക് തോന്നുന്നു എന്നറിയില്ല, ഒരു പക്ഷേ എന്നെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കളോടൊപ്പം നമ്മുടെ വിജയത്തിൽ പങ്കെടുക്കുന്ന, സന്തോഷിക്കുന്ന ഈ അധ്യാപകർ, പിന്നെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഒരു പക്ഷേ നമ്മളോടൊപ്പം ഈ പറയുന്ന നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന സുഹൃത്തുക്കൾ, ഈ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ പലപ്പോഴും മിസ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഗോളിലേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ മിസ് ചെയ്യാറില്ല, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ മറന്നു പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മൾ വളരെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് മാറുമ്പോൾ, നമ്മുടെ പാരൻസിനെയും നമ്മുടെ ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെയും ഒക്കെ മറക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നതായിട്ടാണ്. ഇന്നൊരു പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാകണമെന്നില്ല, കാരണം നിങ്ങൾ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണ്. അച്ഛനെയും അമ്മയെയും ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു 30-35 വയസ്സാകുമ്പോൾ അച്ഛനെയും അമ്മയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കേണ്ട ഒരവസ്ഥ, ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അച്ഛനെയും അമ്മയും മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്ന സപ്പോർട്ടിംഗ് സിസ്റ്റം എന്തൊക്കെയാണോ അതിനെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നുള്ളതാണ്. അതിന് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ അച്ഛനെയും അമ്മയും നോക്കാത്ത ഒരുപാട് മക്കൾ ഉണ്ട്. ഇപ്പൊ പരാതിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മക്കളൊക്കെ വളരെ വലിയ പ്രൊഫഷനുകളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. സാധാരണക്കാർ ഒരു പക്ഷേ കൂലിപ്പണി എടുക്കുന്ന മകനോ മകളോ ഒക്കെ ആണെങ്കിൽ അവരൊരു പക്ഷേ അച്ഛനെയും അമ്മയും നന്നായിട്ട് നോക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ വലിയ പ്രൊഫഷനുകളിൽ ഇരിക്കുന്ന ഡോക്ടർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിദേശത്തൊക്കെ ലക്ഷക്കണക്കിന് ജോലി ശമ്പളം വാങ്ങുന്ന മക്കളെന്ന് പറയുന്നത് അച്ഛനെയും അമ്മയും തിരിഞ്ഞു നോക്കാത്ത രീതിയിലുള്ള സ്വഭാവം പോലും കാഴ്ചവെക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അത് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എത്രയൊക്കെ ഈ പറയുന്ന നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സബലീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്തിമമായിട്ട് നമ്മൾ എല്ലാവരും ഒരു നല്ല മനുഷ്യനായി മാറിക്കഴിഞ്ഞാലേ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ
നമ്മുടെ ജീവിതത്തിലുടനീളം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് കൂടി നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും ഈ 3 ദിവസം നിങ്ങളുടെ ഒപ്പം വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ എത്രത്തോളം പ്രാധാന്യം തരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. നാളെ അവർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യമായിട്ടും മാനസികമായിട്ടും ഒക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ അവരെ സഹായിക്കേണ്ട, അവരെ സംരക്ഷിക്കേണ്ട ചുമതല, ആ ഒരു പ്രാധാന്യം നിങ്ങൾ തിരികെ നൽകാൻ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കഴിയണം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പഠിച്ചത് കൊണ്ടോ നിങ്ങൾ നേടിയത് കൊണ്ടോ ഒന്നും യാതൊരു ഇമ്പാക്റ്റും ഇല്ലാതെയായി പോകും എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നല്ല ഒരു മകനോ അല്ലെങ്കിൽ മകളോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അസറ്റായിട്ട് മാറുന്ന ആൾക്കാരായിട്ട് മാറാൻ പറ്റും. ഒരു കാര്യം കൂടി പറയാം അവസാനമായിട്ട്, അതൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ പറയുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ, നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ അവസരമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുക, നമ്മുടെ നാട് വിട്ടു പോകരുത്. ഇന്നത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുന്ന് പഠിക്കുന്നു, കുറേയേറെ അറിവുകൾ സമ്പാദിക്കുന്നു, ഇവിടുത്തെ ഏറ്റവും നല്ല കോളേജുകളിൽ പോയി പഠിക്കുന്നു, നമ്മുടെ റിസോഴ്സുകളെല്ലാം ഉപയോഗിക്കുന്നു, എന്നിട്ട് എവിടെയാണ് പോകുന്നത്? നേരെ തന്നെ കാനഡയ്ക്ക് പോകുന്നു, അമേരിക്കയ്ക്ക് പോകുന്നു, UK, അവിടെ ഇന്നിപ്പോൾ മലയാളികളെ തട്ടി നടക്കാൻ മേല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇങ്ങനെയൊക്കെ പോകുന്നു. പോയിട്ട് അവിടുത്തെ സൊസൈറ്റിയുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. എല്ലായിടത്തും മനുഷ്യർ തന്നെയാണ് അവിടുത്തെ സൊസൈറ്റിയുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അവരുടേത് അത്രയും വികസിത രാജ്യമായിട്ട് മാറിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇനിയും കഴിവുള്ള ആൾക്കാർ, നിങ്ങളെ പോലെയുള്ള മിടുക്കരായിട്ടുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് വളരെയധികം വേണം. എന്നാൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഭാവിയിലേക്ക് നമ്മുടെ രാജ്യം പോകണം എന്നുണ്ടെങ്കിൽ കഴിവുള്ള കുട്ടികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം. എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്വപ്നം വിദേശത്ത് പോയാലേ സാക്ഷാത്കരിക്കൂ എന്നുണ്ടെങ്കിൽ ഒരിക്കലും നാട്ടിൽ നിൽക്കണമെന്ന് പറയില്ല. ഈ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോണ്ടെന്നല്ല. പക്ഷേ ഈ നാട്ടിൽ നിൽക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ, നമ്മുടെ നാടിനെ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുക, നമ്മുടെ നാടിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് കൂടി കാണിക്കാം.